ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പള്ളിക്ക് വേണ്ടിയും അമ്പലത്തിന് വേണ്ടിയും ഒക്കെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അടിപിടി കൂടുകയും ഒരുപാട് പേര് മരണപ്പെട്ടു, റയറ്റ്സും വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇപ്പൊ അടുത്തായിട്ട് പുതിയൊരു അമ്പലം കണ്ടെത്തിയിട്ടുണ്ട്. പുതുതല്ല, പഴയ അമ്പലം തന്നെയാണ്. സംബാൽ ഉത്തർപ്രദേശിൽ 48 വർഷം മുൻപ് അടക്കപ്പെട്ട ഒരു അമ്പലം കണ്ടെത്തിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, അതെല്ലാം ഓക്കെ. പക്ഷെ നമ്മൾ കോർ ഏരിയയിൽ നിന്ന് മാറിപ്പോകുന്നത് കാരണം ഈ സ്റ്റേറ്റ് മെഷീനറീസ് ഒക്കെ ഇതിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങൾ, കോർ ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളിൽ നിന്നും സ്റ്റേറ്റ് മെഷീനറി യൂസ് ചെയ്യാണ്ടായി പോകുന്നത്. അതായത് നമുക്കറിയാം, ലോക്സഭയിൽ പുതിയൊരു റിപ്പോർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 11.7 ലക്ഷം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശ് UP-യിൽ തന്നെയാണ്. അതായത് 7.8 ലക്ഷം സ്റ്റുഡൻസ് അല്ല, സോറി, കുട്ടികളാണ് അവിടെ സ്കൂളിൽ പോകാൻ ആയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ, അതുപോലെ ഒരുപാട് പോളിസീസ് ഒക്കെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷനിലാണ്. പക്ഷെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുമ്പോഴും യൂണിവേഴ്സൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അതായത് 11 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികളാണ് സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടാതിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഈ പറഞ്ഞ സ്റ്റേറ്റ് മെഷീനറീസ് ഒക്കെ ഈ ഉത്തർപ്രദേശിലല്ല, എല്ലായിടത്തും സ്റ്റേറ്റ് മെഷീനറീസ് ഒക്കെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ യൂസ് ചെയ്ത്, കാരണം ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ ഒരു തലമുറയാണ്. ഇവിടുത്തെ എക്കണോമി ആവട്ടെ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാവട്ടെ എല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അവരാണ്. എന്നാൽ അതിൽ 11 ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.